മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ മിത്ര ചേച്ചിനെ കണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലെന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതേ മിത്ര ചേച്ചിയുടെ അടുത്തേക്കാണ് പോണത്. പക്ഷേ ബ്യൂട്ടി പാർലറിലേക്കല്ല, ചേച്ചിയുടെ വീട്ടിലേക്കായിട്ട് പോണത്. അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇതേ വീണ്ടും ഞാൻ ഇത് എടുത്തിട്ടായിട്ട് പോണത്. മുറ്റത്ത് പണി നടക്കണോണ്ട് തന്നെ വണ്ടി നമ്മൾ അപ്പുറത്തേക്ക് ചേച്ചിയുടെ വീട്ടിലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോണതിനൊരു കാരണം ഉണ്ട് കേട്ടോ. കാരണം ചേച്ചിയുടെ വീട്ടിലൊരു വലിയ വിശേഷം തന്നെ നടക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് 2 മക്കളായിട്ടുള്ളത്, മൂത്തത് ഒരു മോളും പിന്നെ ഒരു മോനും ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ചേച്ചിയുടെ മോള് വയസ്സറിയിച്ചു, അതായത് വലിയ കുട്ടിയായി എന്നൊക്കെ പറയില്ലേ, നമ്മുടെ നാട്ടിൽ അങ്ങനെ വലിയ കുട്ടിയായി എന്നാട്ടോ പറയാറ്. അപ്പോൾ ഉണ്ണിക്കൊരു ഡ്രസ്സ് ആദ്യം നോക്കിയിട്ട് നമ്മൾ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ചുരിദാർ മെറ്റീരിയലും പിന്നെ ഇങ്ങനത്തെ ഒരു ടോപ്പുമായിട്ട് എടുത്തത്, നേരെ നമ്മുടെ ഇമ്മാനുവലിൽ പോയിട്ടാണ് എടുത്തത്. പിന്നെ ഞാൻ എനിക്കൊരു സാരി ആയിട്ട് നോക്കിയത്. എനിക്ക് ഈ മാസം 25 എൻ്റെ വേറൊരു കസിൻ്റെയും കൂടി മാരേജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊടുക്ക ഒരു സാരിയും കൂടി നോക്കിയിട്ടുണ്ട്. കളർ ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നല്ല ചൂടാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ വഴിയിൽ നിന്നൊരു സോഡാ സർബത്തൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ ഇതേ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ട് അപ്പോൾ നമുക്ക് വഴി അറിയണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിത് വീടിൻ്റെ അവിടെ എത്തി. ഇതാട്ടോ ചേച്ചിയുടെ വീട്, അങ്ങനെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആള്. പിന്നെ ഞാൻ അതേ വാങ്ങി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു പരിപാടിയൊക്കെ കുറച്ച് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഫംഗ്ഷൻ പോലെ ഇങ്ങനെ കുറേ ഇവരുടെ റിലേറ്റീവ്സും ഇവർക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഈ സമയത്ത് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നമ്മളെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ വീഡിയോ ചോദിച്ച് വാങ്ങിയതാട്ടത്. അപ്പോൾ നല്ല രസത്തിൽ അവർ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടുത്തെ ചേച്ചിയുടെ കസിനും നല്ല റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അതേ ആളുടെ ഡ്രസ്സൊക്കെ മാറിയിട്ടോ. അപ്പോൾ ചേച്ചി എന്താ പറയണത് വെച്ചാൽ, ഇപ്പം ചേച്ചി ബ്യൂട്ടീഷ്യൻ ആണല്ലോ, അപ്പോൾ മോൾക്ക് അതിൻ്റെ ഒരു ടച്ചൂലെ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമല്ല, മുടിയിലൊന്നും ചെയ്യാൻ ഇഷ്ടമല്ല, ഒരു വേറെ ടൈപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടാ പരാതി എൻ്റെ അടുത്ത് പറയണത്. ഇപ്പം ഈ ഒരു മേക്കപ്പ് എന്നെ പിടിച്ച് നിർത്തി ചെയ്താന്നൊക്കെ ആയിട്ട് പറഞ്ഞത്. പിന്നെ ഇത് ചേച്ചിയുടെ മോനാണ് കേട്ടോ. അപ്പോൾ ഇവനും ഭയങ്കര പരാതിയാണ്. അതായത് ഈ ഒരു പ്രായത്തിലെല്ലാ അനിയന്മാർക്കുള്ള പരാതി തന്നെ കേട്ടോ. അതായത് ഈ ഒരു സമയത്ത് നമ്മൾ പെൺകുട്ടികൾക്ക് ഇതുപോലെ ഡ്രസ്സും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുമല്ലോ റിലേറ്റീവ്സും ആൾക്കാരൊക്കെ. അപ്പോൾ ഇവനൊരു പരാതി, ഇവനാരും കൊടുന്ന് തരുന്നില്ല, ഇവനാരും ട്രീറ്റ് ചെയ്യുന്നില്ല, ഇത് എന്താ ചേച്ചിക്ക് മാത്രം കൊണ്ട് കൊടുക്കണമെന്നൊക്കെയുള്ള രീതിയിൽ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ, ബിരിയാണി കാടുന്നു. അത് കഴിച്ച് എല്ലാവരും കൂടി ഇതേ ഫോട്ടോസും വീഡിയോസും കുറേ എടുത്തു. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. പിന്നെ നമ്മൾ ഇതേ കൈയൊക്കെ കൊടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ തേജപ്പം വരേണ്ട നേരമായിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഇതേ തേജുവിന് ബിരിയാണി പായസം എല്ലാം അതേ കവറിലാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോയത് നമ്മുടെ തേജുവിൻ്റെ സ്കൂളിലേക്കാണ്. കാരണം സ്കൂൾ വിടേണ്ട ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വരുന്ന അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നും ചോദിക്കാറുണ്ട് ഒരു ദിവസം എന്നെ കൊണ്ടുവരാൻ വരുമോ എന്നിട്ടാ. അപ്പം ഞങ്ങൾ എന്തായാലും ഇന്ന് അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ട് പോയി. അപ്പം നമ്മളെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ കൈയൊക്കെ വീശി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ എന്നെ കണ്ടപ്പോൾ ഇതൊരു ബ്ലിങ്കസ്റ്റി ഭാവമായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറയാറുണ്ടല്ലോ, അവന് ശരിക്കും അവൻ സർപ്രൈസ് ആവുകയാണെങ്കിൽ ഈ ഒരു ഭാവമായിരിക്കും. അല്ലെങ്കിൽ ഇതേ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ, ഓവറാക്കിയിട്ട് ആർട്ടിഫിഷ്യൽ അഭിനയം അതാ കുട്ടിയുടെ മുഖത്ത് എഴുതി കാട്ടും. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് നോക്കണത്. ഭയങ്കര ചൂടാണ് കേട്ടോ ഈ ഒരു സമയത്ത് നല്ല രാവിലെ തൊട്ട് രാത്രി ആവണ വരെ നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തേജുവിന് ഇത് ഇളനീരിൻ്റെ ജ്യൂസും മിൻഷായിട്ട് ഇളനീര് കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാനും അതെ ഇളനീരിൻ്റെ ജ്യൂസായിരുന്നു കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ സംഭവമൊക്കെ അതിനെടുത്ത് കഴിച്ചിട്ടായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയത്. ഇതിൻ്റെ ഉള്ളിൽ ഈ വൈറ്റ് കളറുള്ള സാധനം മിൻഷാട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് മിൻഷാട്ട് ഇത് കഴിച്ചിട്ട് ഇതവിടെ കൊടുത്തിട്ട് പോരാറുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഞാൻ അടുത്ത വീഡിയോയിൽ